അസുര തേജ. രചന ആലിയ സുൽത്താന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കല്യാണം കഴിഞ്ഞ് 1-2 ദിവസം കൊച്ചിയിൽ തങ്ങിയാണ് വീട്ടിലേക്ക് തിരിച്ച്. ജോണിച്ചായൻ ആദ്യം തിരിച്ചുപോയി. പിന്നെ കോളേജിലെ തിരക്കുകളായി. ആർട്സും സ്പോർട്സുമായി പ്രോഗ്രാമുകൾ തുടങ്ങി. ഇതിനിടയിൽ ഒരു തവണ ജോണിച്ചായൻ ലാൻഡ് ഫോണിൽ വിളിച്ചിരുന്നു. അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ കാത്തുന്ന പോലെ 2-3 ആളുകൾ നിൽപ്പുണ്ടായിരുന്നു. രാജങ്ങൾ മയനയിട്ട് തല്ലുന്ന കണ്ടു. അച്ഛനും മുത്തശ്ശനും ഏട്ടന്മാരും ഒരു ഭാഗത്ത് ദേഷ്യത്തോടെ നിൽപ്പുണ്ട്. രാജങ്ങളുടെ ഭാര്യ ഒരു ഭാഗത്ത് നിന്ന് കരയുന്നുണ്ട്. മയൻ കിട്ടുന്ന തല്ലെല്ലാം വാങ്ങിക്കൂട്ടി മിണ്ടാൻ നിൽക്കുന്നുണ്ട്. എന്താ ഏട്ടാ ഇവിടെ? ദേവേട്ടന്റെ കയ്യിൽ പിടിച്ച് ഞാൻ ചോദിക്കുമ്പോൾ അച്ഛന്റെ ശബ്ദം ഉയർന്നിരുന്നു. കയറി പോടിയകത്ത്. ഒന്നും മനസ്സിലാവാതെ നിറഞ്ഞ കണ്ണുകളുമായി ഞാൻ അകത്തേക്ക് നടന്നു. അപ്പോഴേ എന്നെ നോക്കി പുഞ്ചിരിക്കുന്ന മയ്യനെ ഞാൻ കണ്ടു. എന്തോ അത് കണ്ടു നിൽക്കാനായില്ല. നെറ്റിയിൽ നിന്ന് പൊട്ടിവരുന്ന ചോരത്തുള്ളികൾ അവന്റെ മുഖത്തൂടെ ഒലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും വേദന മറന്ന് പുഞ്ചിരിക്കുന്നവൻ. ഇപ്പൊ ഇറങ്ങിക്കോളെ ഇവിടുന്നെല്ലാം കൂടെ. ഇനി നിങ്ങളുടെ ഒരു സേവനം ഇവിടെ ആവശ്യമില്ല. വിശയുടെ ശബ്ദം ആ തറവാടൊട്ടാകെ പ്രതിധ്വനിച്ചു. അവളോടൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ഇഷ്ടാണോന്ന്? ആവശ്യതയിലും അവൻ രാജിനെ നോക്കി ചോദിച്ചു. പൊറുക്കണേ, അവന്റെ അറിവില്ലായ്മ ഉണ്ടാ. രാജി വിശയെ നോക്കി കൈകൂപ്പി. വിശ മുഖം തിരിച്ച് അകത്തേക്ക് നടന്നു. ഒരുപാട് നാളത്തെ വിശ്വാസം തന്നെ മകൻ കാരണം തകർന്നിരിക്കുന്നു. മൂടിക്കെട്ടിയ ആകാശം വിതുമ്പി. ആകാശത്തിന്റെ കണ്ണുനീർ ഭൂമിയെ തൊട്ടുണർത്തി. മയൻ അവളെ ഒന്ന് കാണണമെന്ന് തോന്നി. തന്റെ ഇഷ്ടമൊന്ന് അവൾ അറിയിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഇന്ത്യ വരത്തെ കൊച്ചിനെ മോഹിച്ചു വന്നേക്കുന്നു. ദേവൻ മുരണ്ടുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തി. ഇറങ്ങിപ്പോയെന്റെ മുറിയിന്ന്. ദേവിയുടെ മുറിയിലേക്ക് ചെന്ന് പ്രബോധ വെക്കുമ്പോൾ താൻ ചെയ്ത തെറ്റെന്താണെന്ന് പോലും അറിയാതെ കണ്ണു നിറച്ച് നിന്നു ദേവി. രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയിൽ മയൻ ഇറങ്ങി നിന്നു. അകത്തു മുറിയിൽ രാജി വെറുതെ കിടന്നു. നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു പിടപ്പ്. ഇന്നത്തെ സംഭവങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിലേക്ക് ഓടിയെത്തി. ഇന്ന് ഇവർത്ത് വരണമെന്ന് മയൻ പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആശയുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. തറവാടിനുള്ളിൽ നിന്ന് ദേവൻ അവൻ അടിച്ചിറക്കുന്ന ശബ്ദം കേട്ടാണ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. പിന്നെയുള്ള ആ ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ശ്രീജ അയാൾക്ക് അടുത്തേക്ക് ഇരുന്നു. എന്തേ വയ്യേ? നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു നീറ്റില്. ഓരോന്ന് ആലോചിച്ച് കൂട്ടില്ലേ ഏട്ടാ? അവർ കണ്ണു നിറച്ചു. നമ്മുടെ മോനെന്താടോ ഇങ്ങനെ? അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. അന്നം തരുന്ന മനുഷ്യരാ, അവരോട് ഈ ചതി. എനിക്ക് വയ്യ ശ്രീജേ. ശബ്ദമിടറിയ അയാൾ പറഞ്ഞു. നെഞ്ചിലേക്ക് കൈകൾ ചേർത്ത് അയാൾ ഒരുവിധം വേദന കടിച്ചമർത്താൻ നോക്കി. ശ്രീ, എന്താ ഏട്ടാ? ഞാൻ മോനെ വിളിക്കാം. ആശുപത്രി ഒന്ന് പോവാം. വേണ്ടെന്നേ, ഞാൻ പോവാം. അവനെ പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ. പുഞ്ചിരിയോടെ അയാൾ അതും പറഞ്ഞ് കണ്ണുകൾ അടച്ചു. ഏട്ടാ! ശ്രീജയുടെ ശബ്ദമുയർന്നു. കണ്ണിൽ നിന്നൊരു തുള്ളി രാജിന്റെ മുഖത്ത് പതിഞ്ഞു. ഇതൊന്നും അറിയാതെ പുറത്തെ മഴയിൽ നോവും പേറി ഒരുവൻ നിൽപ്പുണ്ടായിരുന്നു. രാവിലെ അച്ഛന്റെ ചിതക്ക് തിരികൊളുത്താൻ മയൻ നിൽപ്പുണ്ടായിരുന്നു. കുറ്റബോധം. താൻ കാരണം അച്ഛൻ പോയിരിക്കുന്നു. വിശ്വയും ഫാമിലിയും വിവരമറിഞ്ഞ് എത്തിയിട്ടുണ്ട്. മയൻ ആരെയും കാണാൻ തോന്നിയില്ല. വീടിന്റെ മൂലയിൽ നിന്ന് വിങ്ങിപ്പൊട്ടുന്ന അമ്മയുടെ മുഖം. കലർപ്പില്ലാത്ത പ്രണയത്തിന് ദൈവം തന്ന സമ്മാനം. അന്ന് ആദ്യമായി അവന്റെ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ആളും ബഹളവും ഒതുങ്ങിയമർന്നു. തുളസി തറക്കടത്തിൽ നിൽക്കുന്ന അച്ഛനെ കണ്ടു. ഓടിയെടുത്തപ്പോഴേക്ക് ആ നിഴൽ പോലും മാഞ്ഞു പോയിരിക്കുന്നു. ഇല്ല, ഇനി ഒരിക്കലും അച്ഛൻ തിരിച്ചു വരില്ല. അമ്മയുടെ തേങ്ങൽ ഉയർന്നു കേൾക്കാം. മെല്ലെ മുറിയിലേക്ക് ചെന്നു. അമ്മായിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അമ്മ. അമ്മേ, ഞാൻ കാരണല്ലേ? അവന്റെ വാക്കുകൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അച്ഛന് സമയമായപ്പോൾ ദൈവം വിളിച്ചാ മോനെ. കണ്ണും തുടച്ച അമ്മ എഴുന്നേറ്റിരുന്നു. ഞാൻ അമ്മക്കടുത്തിരുന്നു. പതിയെ ആ മടിയിലേക്ക് തലയാഴ്ച കിടന്നു. അന്ന് അച്ഛൻ്റെ ഓർമ്മകളും പേറി ഞാനും അമ്മയും ഒരുപാട് സംസാരിച്ചു. ദേവി കിടക്കുന്ന മുറിയിലേക്ക് ദേവൻ ചെന്നു. ദേവി ടേബിളിൽ തലയാഴ്ച കിടപ്പായിരുന്നു. മോളെ. അവൻ അവിടെ തലയിലും തലോടി. ദേവി പതിയെ തല ഉയർത്തി. കണ്ണൊക്കെ ചുവന്നിരുന്നു. എന്താ മോളെ ഇത്? കരയില്ല എൻ്റെ കുട്ടി. ദേവൻ അവളെ ചെറിയ കുട്ടിയെപ്പോലെ നെഞ്ചോട് ചേർത്ത്. എന്താ ഏട്ടാ ഞാൻ ചെയ്ത തെറ്റ്? അതൊന്ന് പറയോ? ദേവി വിതുമ്പി. എൻ്റെ മോളൊന്നും ചെയ്തില്ല. മയ നിന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. നീ അറിഞ്ഞുകൊണ്ടാണെന്ന് എല്ലാവരും വിശ്വസിച്ചു. ഏട്ടാ എനിക്കൊന്നും അറിയില്ല. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. കരയില്ലേ? ഇനി ആരും മോളെ കുറ്റം പറയില്ല. പക്ഷേ ജോണിൻ്റെ കാര്യം മോൾ എന്ത് വിചാരിച്ചതാ? ദേവി ഞെട്ടിലൂടെ അവനെ നോക്കി. നോക്കേണ്ട, ആദ്യമെല്ലാം പറഞ്ഞു. ഏട്ടാ അത് എനിക്കറിയാം ദേവി. ഇതൊക്കെ അറിഞ്ഞാൽ വീട്ടിലെ അവസ്ഥ എന്താവും മോളെ? എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല ഏട്ടാ. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. ദേവി വീണ്ടും കരഞ്ഞു. തൻ്റെ പ്രണയം ഇല്ലാതാവുന്ന അവൾക്ക് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു. ദേവിയുടെ ആത്മാവിൽ അലിഞ്ഞു പോയ ജോൺ. മറ്റൊരിടത്ത് തൻ്റെ പ്രണയം വീട്ടിൽ തുറന്നു പറയുകയായിരുന്നു ജോൺ. എടാ ജോണെ, നീ വീട്ടിൽ പറഞ്ഞോ? ആദ്യം ജോണും കൂടെ ഫ്ലാറ്റിലായിരുന്നു. ആ പറഞ്ഞടാ. എന്നിട്ടോ? പപ്പ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മയൊന്നും വേണ്ടിയില്ല. എൽസക്കും കത്രീനക്കും സന്തോഷമാണ്. പക്ഷെ അവർ സമ്മതിക്കുമെന്ന ഭയ. എനിക്കും ആ ഒരു പേടിയുണ്ട് ജോണെ. ഞാൻ ദേവനോടൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്.
എല്ലാം ശരിയായ മതിയായിരുന്നു. നീ ടെൻഷനാവുക, ഞങ്ങളൊക്കെ ഇല്ലേ? ആദ്യം അവനെ ആശ്വസിപ്പിച്ചു. ദേവി വല്ലാതെ ക്ഷീണിച്ചു പോയി. ഇടയ്ക്ക് ജോണിന്റെ കത്ത് വരുന്ന മാത്രം ഒരു ആശ്വാസമായി നിന്നു. വീട്ടിൽ ഇതേപ്പറ്റി അവൾക്ക് പറയാൻ പേടി തോന്നി. ജോൺ വീട്ടിൽ പറഞ്ഞപ്പോഴുണ്ടായ പുകിലെല്ലാം അവൻ അവളെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനോട് ഇതെങ്ങനെ പറയുന്നറിയാതെ അവൾ വരഞ്ഞു. ദേവേട്ടനോട് പറയുമ്പോഴെല്ലാം ഏട്ടൻ സമയമുണ്ടല്ലോ ദേവി, പറയാം എന്ന് പറയും. എത്ര കാലം എന്ന് വെച്ചാൽ അതിങ്ങനെ ഒളിപ്പിക്കുക. ദിവസങ്ങൾ തള്ളി നീക്കാൻ പ്രയാസമുള്ള പോലെ. മുറ്റത്തെ തുളസിത്തറയിൽ അമ്മ വിളക്കെത്തിക്കുന്നുണ്ട്. അച്ഛൻ ബിസിനസ് മീറ്റിങ്ങിന് പോയേക്കുവാണ്. ഇനി എന്നാണ് തിരിച്ചു വരവെന്ന് അറിയില്ല. അരളിപ്പൂക്കൾ കുറേയേറെ വിരിഞ്ഞു കിടപ്പുണ്ട്. നേരിയ ഇളങ്കാറ്റും അമ്പലത്തിലെ ഭക്തിഗീതങ്ങളും മനസ്സിനൊരു ആശ്വാസം തോന്നിച്ചു. മയൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുപോയി. ഇതിനിടയിൽ ദേവിയെക്കുറിച്ച് ചിന്തിക്കാൻ അവൻ മറന്നില്ല. മനസ്സ് നിറയെ കാണണമെന്ന് തോന്നി. അവളുടെ വീട്ടുകാർ കാരണമല്ലേ അച്ഛൻ അങ്ങനെയൊക്കെ? അവൾ എന്ത് പിഴച്ചു? ഉള്ളിൽ എന്നോട് ഒരു തരിയെങ്കിലും ഇഷ്ടം കാണുമെന്ന് ചോദിക്കായിരുന്നു. വീർപ്പ് മുട്ടുന്ന രാത്രികൾ, പ്രണയത്തിൻ്റെ കാലൊച്ചകൾ, പ്രണയിനിയുടെ അഭാവം, രാവ് നീളെയുള്ള ഏകാന്തത, താങ്ങായി നിന്ന അച്ഛൻ്റെ മരണം, കാത്തിരിക്കുന്ന അമ്മ. മയന് ഉള്ളി നീറി തുടങ്ങി. മറക്കാനായി പാടുപെടാമെന്ന് കരുതി. ഇല്ല, ആവുന്നില്ല. ദേവിയില്ലാതെ മയന് കഴിയില്ലെന്ന പോലെ. മാസങ്ങൾ ഞെരങ്ങി നീങ്ങി. മുന്തിരിത്തോപ്പിലെ മഞ്ഞക്കിളി പാട്ടുപാടി. നേരിയ വെയിലിൽ ചൂടുകൊണ്ട് ഏട്ടന്മാർക്കും പവിക്കൊപ്പമാണ് ദേവി. അവളുടെ മുഖത്തിന്റെ വാട്ടം ദേവന് മനസ്സിലായി. എത്രയൊക്കെ പറഞ്ഞാലും പെണ്ണ് കേൾക്കില്ല. എപ്പോഴും ഒരേ ഒരു ചിന്ത മാത്രം. ദേവിയെ, എന്തി വലിയേട്ടാ? ആ കുട്ടയെടുത്തു വാ മോളെ. ഈടോ വിളവാകായ കുറച്ച് മുന്തിരികളുണ്ട്, വീട്ടിലേക്ക് എടുക്കാം. ദേവി കുട്ടയുമായി അവർക്കടുത്തേക്ക് ചെന്നു. അവർക്കൊപ്പം കൂടി തമാശയൊക്കെ പറഞ്ഞ് മുന്തിരി പറിച്ച് കൊട്ടയിലാക്കി. ചേച്ചി, ഒരു കത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കവലിയിൽ നിന്ന് മേടിച്ചു. വീട്ടിലെങ്ങാനും വന്ന് ആരെങ്കിലും കണ്ടാലോ? ചെവിയിൽ സ്വകാര്യമായിട്ടാണ് പവി പറഞ്ഞത്. ഇത്രയും ദിവസം ദേവേട്ടനാണ് എനിക്ക് വരുന്ന കത്തെല്ലാം മേടിച്ച്. അതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല. പക്ഷെ അമ്മയ്ക്കൊരു ചെറിയ സംശയം തോന്നിയത് മുതൽ പവി കവലയിൽ നിന്ന് തന്നെ മേടിക്കാറാണ്. എവിടെയാ വെച്ചേക്കുന്ന മോളെ? മുറിയിലെ പുസ്തകത്തിനകത്തുണ്ട്. ചേച്ചിയുടെ മുത്ത്. ദേവി അവളുടെ കവലിൽ ഉമ്മ വെച്ചു. അയ്യോ, സോപ്പൊന്നും വേണ്ട മോളെ, വൈകിട്ട് ചക്കര മിഠായി മേടിച്ചെന്നാ മതി. എന്താ അവിടെ രണ്ടുപേരും കൂടെ? വലിയേട്ടന്റെ ശബ്ദം കേട്ടു രണ്ടുപേരും ഞെട്ടി. ഒന്നുമില്ല ഏട്ടാ, ഈ ചേച്ചിക്ക് വയ്യെന്ന് പറയായിരുന്നു. എന്തോ തലവേദന പോലും ആണെന്ന്. സുഖമില്ലെങ്കിൽ വീട്ടിൽ പൊക്കോ ദേവി. ദേവാ, അവൾ കൊണ്ടുവന്നാ കേട്ടോ. ആ ശരിയേട്ടാ. ദേവി തുള്ളിച്ചാടി ദേവനൊപ്പം നടന്നു. എന്താ ഒരു ഇളി? കത്ത് വന്നിട്ടുണ്ടാവില്ലേ മോളെ? വീട്ടിലേക്ക് നടക്കുന്നതിന് ദേവൻ അവളെ കളിയാക്കി. വന്നിട്ടുണ്ട്. അവളേതോ സ്വപ്ന ലോകത്താണെന്ന് തോന്നിപ്പോയി ദേവന്. വീട്ടിലെത്തുമ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ മുഖത്ത് പതിവിലേറെ സന്തോഷം. കാര്യം തിരക്കണമെന്നുണ്ടായിരുന്നെങ്കിലും കത്തിന്റെ കാര്യം ഓർത്തപ്പോൾ അതിനൊന്നും നിൽക്കാതെ അകത്തേക്ക് ഓടി. ഈ പെണ്ണിത് പതുക്കെ ഓട് പെണ്ണെ, വീടും കേട്ടോ. പുറത്തേക്ക് വന്ന അമ്മ ശാസിച്ചു. അതൊന്നും അവൾ കേട്ടതേയില്ല. വടക്ക് മുറിയിലെ കട്ടിൽമേൽ ചെന്നിരുന്ന പുസ്തകത്തിനടിയിൽ നിന്നെടുത്ത കത്ത് പതിയെ പൊട്ടിച്ചു. കഥ കടച്ചില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. തന്റെ പ്രിയപ്പെട്ടവന്റെ ഓരോ വരിയും അവൾ വായിച്ചു തീർത്തു. ആ കത്തിന് അവന്റെ ഗന്ധമാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. താഴെ നിന്ന് അമ്മയുടെ വിളി കേട്ടതും കത്ത് ഒളിപ്പിച്ച് വെച്ച് അങ്ങോട്ട് ചെന്നു. അപ്പോഴേക്കും വലിയേട്ടനും പവി എത്തിയിരുന്നു. എല്ലാവരും പൂമുഖത്ത് വട്ടം കൂടി നിൽക്കുന്നുണ്ട്. എന്താ വെച്ചാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ആ പറയാം. ദേവി എത്തിയോ? ഞാൻ എത്തിയച്ചാ. ആ, വളച്ചൊടിക്കാതെ കാര്യം പറയാം. നമ്മുടെ ദേവിക്ക് ഒരു കല്യാണാലോചന. നല്ല കൂട്ടരാ. കേട്ടത് വിശ്വസിക്കാനാവാൻ ഞെട്ടി നിൽക്കുകയാണ് ദേവി. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചല്ല. കണ്ണുകളിൽ ഇരുട്ട് മൂടുന്ന പോലെ താങ്ങിനായി അവൾ ഉമ്രവാതിലേക്ക് ചാരി നിന്നു. പവിയും ദേവനും അവളെ നോക്കി. അല്ല, ഇത്ര പെട്ടെന്ന് എന്തിനാച്ചാ? അവൾ കുഞ്ഞല്ലേ? വലിയേട്ടനാണ്. ദേവിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അറിയുന്ന ആളുകളാ മോനെ. ഇനി ഇങ്ങനൊരു ബന്ധം കിട്ടിയെന്ന് വരില്ല. അതെ, നല്ലതാണെങ്കിൽ നമുക്ക് നടത്താം ഏട്ടാ. വയസ്സ് 22 കഴിഞ്ഞില്ലേ? ദേവകി വിശയോടൊപ്പം ചേർന്നു. അച്ഛാ, അവൾ പഠിക്കട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോരെ? ദേവൻ ദേവിയുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കി അച്ഛനോട് അപേക്ഷിച്ചു. ദേവ, അവര് പഠിപ്പിക്കാനെല്ലാം തയ്യാറാണ്. കല്യാണം കഴിഞ്ഞാൽ അവൾക്ക് പഠിക്കാലോ. പിന്നെന്താ കുഴപ്പം? ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. ദേവി, നിനക്ക് സമ്മതല്ലേ മോളെ? വാതിൽപ്പടിയിൽ ചാരിയുന്ന ദേവി സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉയർന്ന പോലെ അച്ഛനെ നോക്കി നിറകണ്ണുകളോടെ തലയാട്ടി. അച്ഛനെ എതിർത്ത് ഇന്നവരെ നിന്നിട്ടില്ല. മറ്റൊരാളെ വിവാഹം കഴിക്കാനും ആവില്ല. എന്തിനാണ് ദേവി ഈ പരീക്ഷണം? അവളൊന്ന് ഇടിവീർപ്പിട്ട് അകത്തേക്ക് നടന്നു. അവളുടെ ആ പോക്ക് ദേവനും പവിയും നിസ്സഹായാവസ്ഥയോടെ നോക്കി നിന്നു. മുറിയിലെത്തി തടഞ്ഞു നിർത്തിയ കണ്ണീരെല്ലാം ദേവി തുറന്നു വിട്ടു. മനസ്സിൽ ജോണിന്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. ആ പ്രണയം വിട്ട് മറ്റൊന്നും എനിക്ക് പറ്റില്ല. ആ നെഞ്ചിലെ ചൂടല്ലാതെ മറ്റൊന്നും ഞാൻ കൊതിച്ചിട്ടുമില്ല. എന്നിട്ടും എന്തിനാ കൃഷ്ണ? നിലത്തേക്ക് ഊർന്നിരുന്ന അവൾ കാൽമുട്ടിൽ മുഖം അമർത്തി തേങ്ങി. അന്ന് രാത്രി ആയതും ദേവി അറിഞ്ഞില്ല. ഇടക്ക് പവി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ വിശപ്പിൽ നിന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ആ ഒരാളെ മാത്രം കാണാൻ തോന്നി. നെഞ്ച് പൊട്ടുന്ന പോലെ. കരഞ്ഞു തളർന്ന് എപ്പോഴോ നിലത്ത് തന്നെ മയങ്ങിയിരുന്നു. വെയിൽ നന്നായി ഉദിച്ചിട്ടുണ്ട്. കണ്ണു തിരുമ്പി എഴുന്നേറ്റപ്പോഴേക്ക് അമ്മയുടെ വിളിയെത്തി. മനസ്സിലുള്ള ഭാരം എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ തോന്നി. നല്ലൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നെങ്കിൽ അവളോടെങ്കിലും ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കാമായിരുന്നു. പവിയോടും ദേവേട്ടനോട് എത്രയാണെന്ന് വെച്ചാൽ പറയാ.
അവരും എൻ്റെ അതേ അവസ്ഥയിലാണല്ലോ. ഇന്ന് അവർ നിന്നെ കാണാൻ വരും ദേവി, പെട്ടെന്ന് ഒരുങ്ങിക്കോ. താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അമ്മ പറഞ്ഞു. കണ്ണുയർത്തി നോക്കിയത് പവിയുടെ മുഖത്തേക്കായിരുന്നു. അവൾ കണ്ണു നിറച്ച് നിൽപ്പുണ്ട്. ഞാനൊന്ന് ചിരിച്ചെന്ന് വരുത്തി. അമ്മ 2 ദോശ പ്ലേറ്റിലേക്ക് വെച്ച് തന്നു. അച്ഛനുണ്ടായതുകൊണ്ട് കഴിക്കാതെ എഴുന്നേറ്റ് പോവാനായില്ല. മോൾക്ക് വയ്യേ? അച്ഛൻ എൻ്റെ തലയിലും തലോടിക്കൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല അച്ഛേ. സമയം ശരവേഗത്തിൽ പാഞ്ഞുപോയി. ഉച്ചയായപ്പോഴേക്ക് 2-3 കാറുകൾ മുറ്റത്ത് വന്ന് നിരന്നു. അകത്ത് മുറിയിലിരുന്ന ദേവിയുടെ നെഞ്ചു നേറി, കണ്ണുകൾ നിറഞ്ഞു. വിശ്വയുടെ പെങ്ങളും മക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവരാണ് അവളെ ഒരുക്കിയത്. പാവ കണക്കിയ ദേവി അവർക്ക് മുമ്പിലിരുന്നു. പിന്നെ എപ്പോഴോ ആരൊക്കെയോ താഴേക്ക് കൊണ്ടുപോയി. ദേവിയൊന്നും അറിഞ്ഞതേയില്ല. ലോകം മൊത്തം ശൂന്യമായതുപോലെ. ഈ ചായൻ അതുമാത്രം അവളുടെ ഉള്ളറകളിൽ ജീവനോടെ നിന്നു. പെണ്ണുകാണൽ നടന്നു. ചെക്കനും വീട്ടുകാർക്കും പെണ്ണിനെ ഇഷ്ടമായി. ഇരു വീട്ടുകാർക്കും സമ്മതം. ദേവനും പവിയൊരു അഭിപ്രായവും പറഞ്ഞില്ല. ദേവി അന്നും കരഞ്ഞു തീർത്തു. ദേവൻ എല്ലാ വിവരങ്ങളും അറിയിച്ചുകൊണ്ട് ആദ്യ കത്ത് എഴുതി അയച്ചു. ജാതകം നോക്കാനും മറ്റും അച്ഛനും അമ്മയും പോയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ നല്ലൊരു മുഹൂർത്തം കിട്ടിയാൽ കല്യാണം നടക്കും. ദേവിക്ക് ആലോചിക്കും തോറും പേടി കൂടി. ജാതകത്ത് വന്നതോടുകൂടി എല്ലാം പെട്ടെന്നായിരുന്നു. അടുത്ത ആഴ്ച കല്യാണം ഉറപ്പിച്ചു. നിറമിഴിയോടെ ദേവി മുറിയിൽ തന്നെ ചടഞ്ഞിരുന്നു. മനസ്സിലൊരാളെ പ്രതീക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ ജീവിക്കാൻ പോകുന്നു. ജോണിച്ചായൻ്റെ കത്തും പിന്നെ വന്നില്ല. മോളെ, ദേവേട്ടനാണ്. ഇങ്ങനെ ഇരിക്കലേ മോളെ, ഏട്ടൻ സഹിക്കുന്നില്ല. അവൻ കണ്ണു നിറച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഇരുന്നു. ദേവി ചിരിക്കുക മാത്രം ചെയ്തു. വേദന കലർന്ന ജീവനില്ലാത്ത ചിരി. ഞാൻ എന്ത് ചെയ്യാനാ ഏട്ടാ, എനിക്ക് പറ്റുന്നില്ല. ഞാൻ ആദ്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്, ജോൺ ഉടനെ നാട്ടിലെത്തും. എന്നിട്ട് എന്താ കാര്യം ഏട്ടാ? ആരും അംഗീകരിക്കില്ലല്ലോ. അതൊന്നും മോളെ ഓർക്കണ്ട. ഇഷ്ടപ്പെട്ടു പോയ മനസ്സുകളെ വേർപ്പെടുത്താൻ പ്രയാസാ മോളെ. അതുകൊണ്ട് കല്യാണത്തിനെ നിങ്ങൾ ഒളിച്ചുവിടുന്നു. ദേവൻ പറഞ്ഞിരുത്തിയതും ദേവി അവനെ ഞെട്ടലോടെ നോക്കി. ഏട്ടാ, അതല്ലാ വേറെ വഴിയില്ല മോളെ. അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. വേണ്ട ഏട്ടാ, അച്ഛനെ അമ്മയെ വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും വേണ്ട. മോളെ ഇങ്ങനെ വാശി പിടിച്ചാൽ നഷ്ടാവും നിന്റെ ജീവിതം തന്നെയാ. ദേവൻ കരയുന്ന ദേവിയെ ചേർത്ത് പിടിച്ച്. ഒരാഴ്ച കടന്നുപോയി. കല്യാണത്തിന്റെ ആരവങ്ങൾ തകൃതിയായി നടന്നു. മയനൊന്നും അറിഞ്ഞതേയില്ല. അവന്റെ മനസ്സ് നിറയെ ദേവിയായിരുന്നു. ജോണാണെങ്കിൽ വീട്ടിലൊന്നും പറയാനാവാതെ വലഞ്ഞു. ദേവിയെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നാൽ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് അവന് നിശ്ചയമില്ലായിരുന്നു. വിശ്വ ഒരുപാട് സന്തോഷത്തിലാണ്. ദേവികയുടെയും പ്രഭയുടെയും അവസ്ഥ മറിച്ചല്ല. എന്തുകൊണ്ടും ചേരുന്ന നല്ലൊരു ബന്ധം. കുടുംബക്കാരെല്ലാം തറവാട്ടിൽ വന്നിട്ട് 2 ദിവസമായി. നാളെയാണ് കല്യാണം. നാടറിയെ പന്തൽ കെട്ടി. രാത്രി ഏറെ വൈകിട്ടും തറവാടിന്റെ അകത്തളങ്ങളിൽ വെളിച്ചമണഞ്ഞില്ല. ദേവിക്ക് പുറത്തിടക്കാൻ പറ്റാതെയായി. ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബാഗുമായി ദേവൻ താഴേക്ക് ഇറങ്ങി. നീ ഇതെങ്ങോട്ടാ ദേവാ? വിശ്വയുടെ ശബ്ദമുയർന്ന ദേവനും ഞെട്ടി. അത് സേവർ വരുന്നുണ്ട്, അവനെ കൂട്ടാൻ. അതിന് ഈ ബാഗ് എന്തിനാ? അത് ആദ്യം ഏൽപ്പിച്ചാ. ഇന്നലെ വീട്ടിൽ പോകാൻ ജോണിന്റെ കൂടെ കറക്കായിരുന്നു. ബാഗിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത് തിരിച്ചു കൊടുക്കാൻ. പെട്ടെന്ന് വന്നേക്ക്. ശരി അച്ഛാ. വിശ്വമുറിയിൽ കയറിയെന്ന് ഉറപ്പായതും ദേവൻ പവിയോട് ദേവിയെ കൂടി ചെല്ലാൻ പറഞ്ഞു. 2 പേരും കൂടി ഒരുവിധം ദേവിയെ പുറത്തെത്തിച്ചു. അവിടെ ആദ്യം ജോണ് നിൽപ്പുണ്ടായിരുന്നു. എടാ നോയിക്കോണേ, ഇതല്ലാതെ വേറെ വഴിയില്ലടാ. ദേവൻ ജോണിന്റെ തോളിലും തട്ടി. ദേവി കരഞ്ഞു. അവൾക്കൊന്നും വേണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. ജോൺ അവളെ നെഞ്ചോട് അടക്കി പിടിച്ച് ആശ്വസിപ്പിച്ചു. അവരെ യാത്രയാക്കി ദേവനും ആദ്യം ആരും കാണാതെ വീട്ടിലേക്ക് തന്നെ കയറി. നാളെ എന്തൊക്കെ പുകിലുകളുണ്ടാവുമെന്നറിയാതെ. മുഹൂർത്തത്തിന് സമയമായിട്ട് പെണ്ണെത്തിയില്ല. പവിയും ദേവനും ആകെ അങ്കലാപ്പിലാണ്. ദേവിക്ക് മുകളിലെ മുറിയിലേക്ക് ഓടി. അവിടെയെങ്ങും ദേവിയില്ല. ചെറിയ മേശയ്ക്ക് മുകളിൽ വെള്ളക്കടലാസിൽ എഴുതി വെച്ച കുറിപ്പുമായി ദേവിക്ക് കരഞ്ഞുകൊണ്ട് താഴേക്ക് ഓടി. എല്ലാവരുടെയും നോട്ടം അവരിലേക്കായിരുന്നു. ദേവനും ആദ്യം മുഖത്തോട് മുഖം നോക്കി നിന്നു. വിശ്വ കരഞ്ഞു വരുന്ന ദേവിക്കരികിലേക്ക് ചെന്നു. എന്തു പറ്റി മോളെവിടെ? വിശ്വ തിടുക്കം കൂടി ചോദിച്ചു. ദേവകി വിശ്വയുടെ കയ്യിൽ ആ കുറിപ്പ് വെച്ച് കൊടുത്തു. അത് വായിക്കുന്തോറും ദേഷ്യം കൊണ്ട് വിറക്കുന്ന വിശ്വയെ ദേവകി ഭയത്തോടെ നോക്കി നിന്നു. വിശ്വ ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. കല്യാണ പെണ്ണ് ഒളിച്ചോടിപ്പോയ വാർത്ത നാടെങ്ങും പരന്നു. പോയതൊരു ക്രിസ്ത്യാനി ചെക്കൻ്റെ കൂടെയാണത്രേ. പരദൂഷണാമച്ചി രംഗത്തെത്തി. ബാക്കിയുള്ളവർ അവരെ താങ്ങുവെച്ചു. വിശ്വ ലാൻഡ് ഫോൺ എടുത്ത് കുരിശിങ്കിലേക്ക് വിളിച്ചു. വാർത്തയറിഞ്ഞ് എബ്രഹാമും അന്നമ്മയും ഞെട്ടി. എവിടെ പോയി എന്നോ എങ്ങോട്ടാണ് അവർ പോയതെന്നോ ഒരു വിവരവുമില്ല. ആദിയോട് ചോദിച്ചപ്പോൾ അവനും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അന്ന് തകർന്ന വിമലെ 2 കുടുംബവും തമ്മിലുള്ള ആത്മാർത്ഥ ബന്ധം. ആൽഫി ഒരു നെടുവീർപ്പോടെ കിടന്നിടന്ന് എഴുന്നേറ്റ് കഥ പറച്ചിൽ നിർത്തി. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തേജയുടെ ഒരുപാട് മിസ്ഡ് കോൾ ഉണ്ട്. തിരിച്ചു വിളിക്കാനായി നോക്കിയപ്പോൾ സമയം 2 കഴിഞ്ഞിട്ടുണ്ട്. കഥ പറഞ്ഞിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അല്ല ആൽഫി, രേവതി കേസിലെ കൊലയാളി നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൊലയാളിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് രണ്ടും ചെയ്ത കൊലയാളി ഒരാളാണ് വിമലെ. അത് പറയുമ്പോൾ ആൽഫിയുടെ മുഖം ചുവന്നു. അവനുള്ളിൽ അഗ്നി ആളിക്കത്തി. ഈ കൊല ചെയ്തതിന് പിന്നിലെ കാരണം? വിമലിന് വീണ്ടും സംശയം. അത് പറയാനുള്ള സമയം ആവുന്നേ ഉള്ളൂ. ആൽഫി അതും പറഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. വിമലാവും പറഞ്ഞെല്ലാം കണക്ട് ചെയ്ത് ചിന്തിച്ചു കൂട്ടുന്ന തിരക്കിലായിരുന്നു. എത്ര ദിവസമായി എന്നെ കുറിച്ച് വല്ല വിചാരമുണ്ടോ കാട്ടാളിന്?
രാവിലെ തന്നെ റേഡിയോ ഓൺ ചെയ്ത പോലെ നിർത്താൻ മുറുമുറുക്കിയാണ് തേജ. സുചേച്ചി ഒരു ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. ആ ചിരിക്ക് നല്ല അമ്മയാണല്ലോ, മോന് വളം വെച്ച് കൊടുത്തിട്ടാ ഇങ്ങനെ ഊരി തണ്ടി നടക്കുന്നത്. ചിരിച്ചു നിൽക്കുന്ന സുചേച്ചിയെ നോക്കി തേജ ചുണ്ടുകൂട്ടി. എന്റെ പൊന്നു കൊച്ചേ, അവൻ ഇങ്ങോട്ട് വരും, ജോലി തിരക്ക് കാരണല്ലേ. എന്താ ഈ ലോകത്ത് ഇച്ചായ മാത്രമാണ് ജോലിന്ന്? പെണ്ണ് നിർത്താനുള്ള ഭാവമില്ല. മുഖം തിരിച്ച് അതും പറഞ്ഞ് മുകളിലേക്കൊരു പോക്ക. സുചേച്ചി അന്തം വിട്ട് അവൾ പോയ വഴിയെ നോക്കി നിന്നു. രാത്രിയിൽ കോളേജിലേക്കുള്ള പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വാതിൽക്കലൊരു കാലനക്കം കേട്ടത്. തിരിഞ്ഞിരിക്കുന്ന കൊണ്ട് അവൾക്ക് ആളെ കണ്ടില്ല. എന്താ സുചേച്ചി അവിടെ തന്നെ നിന്നേ, ഇങ്ങോട്ട് പോരുന്നേ. സുചേച്ചി ആവുന്ന കരുതി അവൾ പറഞ്ഞ് ബാക്കി എഴുതാൻ തുടങ്ങി. ആൽഫി വായുപൊത്തി ചിരിയടക്കി. ഒരു ബനിയനും ഷോർട്ട് പാൻറ്റുമാണ് പെണ്ണ് ഇട്ടിരിക്കുന്നത്. മുടിയൊക്കെ മുകളിലേക്ക് ഉയർത്തി കെട്ടി കാലൊക്കെ കയറ്റി വെച്ചാണ് ഇരിപ്പ്. ആൽഫി അവളുടെ പുറകിലൂടെ ചെന്ന് നിന്നു. കോഫി ഉണ്ടോ നിന്റെ ചേച്ചി? അവൻ ചോദിച്ച് തിരിഞ്ഞപ്പോഴാണ് പുറകിൽ നിൽക്കുന്ന ആൽഫി അവൾ കാണുന്നത്. തേജ അവനെ കണ്ടെന്ന് ഞെട്ടിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മുഖം തിരിച്ചിരുന്നു. ആൽഫി കയ്യിലുള്ള ബാഗ് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് ചിരിയോടെ അവൾക്ക് മുമ്പിൽ പോയി നിന്നു. തേജ മുഖം താഴ്ത്തി അവനെ മൈൻഡ് ചെയ്യാതിരുന്നു. ഞാൻ വന്നേച്ചൊന്നും കണ്ടില്ലായിരുന്നു തമ്പുരാട്ടി. അതിന് കണ്ടവരൊക്കെ വരുന്നത് നോക്കി ഇരിപ്പല്ല എൻ്റെ ജോലി. തല ഉയർത്താതെ തന്നെ അവൾ മറുപടിയും നൽകി. കളിപ്പിലാണല്ലേ? ആൽഫി ഒരു ചെയർ വലിച്ച് അവൾക്കരികിലായിരുന്നുകൊണ്ട് ചോദിച്ചു. ആണെങ്കിൽ അവൾ മുഖം ചുവപ്പിച്ച് അവനെ നോക്കി. അവനാണെങ്കിൽ ആ ചുവന്ന കവളിൽ ഒരു ഉമ്മയങ്ങ് കൊടുത്തു. തേജ അവനെ കൂർപ്പിച്ച് നോക്കി നീങ്ങിയിരുന്നു. ഞാനൊരു ജേർണലിസ്റ്റ് ആണെന്ന കാര്യം മോള് മറന്നുപോകുന്നോ എന്നൊരു സംശയം. ചെയർ അവളിരിക്കുന്നിടത്തേക്ക് ഒന്നുകൂടെ നീക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇച്ചായത് ഗുണ്ടുമുളകല്ലേ, പ്ലീസ് ഒന്ന് മിണ്ടടൂ. അവനവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചു. കൊഞ്ചാൻ മാറിക്കണം മനുഷ്യ. അവളവൻ്റെ കൈതട്ടി മാറ്റി. അവൻ ഒറ്റ വലിക്ക് അവളെ തന്നെ മടിയിലേക്ക് വലിച്ചിട്ടു. തേജ കിടന്ന് കുതിറി. കിടന്ന് തുള്ളിയിട്ട് കാരിലടി കുട്ടിപ്പിശാശെ അടങ്ങിയിരുന്നു. അവനവൾ ഇറുക്കി പിടിച്ച് വീണ്ടും അവളുടെ തൊടുത്ത കവിളിൽ ചുണ്ടുകൊണ്ട് അമർത്തി. അവൻ്റെ കുഞ്ഞു താടി രോമങ്ങൾ അവളുടെ കവിളിൽ കുത്തി അമർന്നു. അവളുടെ കണ്ണുകൾ ചുരുങ്ങി. അവളുടെ ഒരു കലിപ്പ് വെറുതെ അങ്ങ് ഇട്ടേച്ച് പോയതൊന്നല്ലല്ലോ. അവൾ ഒന്നുകൂടെ നെഞ്ചിലേക്ക് ചേർത്ത് അവൻ അവളുടെ നെറുകിൽ ചുണ്ടമർത്തുന്നതിനിടയിൽ പറഞ്ഞു. എത്ര ദിവസം വിളിക്കാതിരുന്നിട്ടെന്ന് അറിയോ വെച്ചായന്? അവൾ കെറിവിച്ചുകൊണ്ട് ചോദിച്ചു. തിരക്കായിരുന്നടൂ, അല്ല ഞാൻ എൻ്റെ പെണ്ണിനെ വിളിക്കാതിരിക്കുന്നു. അവളുടെ ബനിയനുള്ളിലൂടെ അവൻ്റെ കൈവിരലുകൾ അപ്പോഴേക്കും ചലിക്കാൻ തുടങ്ങിയിരുന്നു. ആർക്കറിയാം, അവൾ വല്ല പെണ്ണു കിട്ടി വാസം തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലോ? അത് കേട്ടത് ആൽഫിക്ക് ചിരി പൊട്ടി. ഇളിക്ക് അതിനല്ലേ പറ്റൂ, പോ അവിടുന്ന്, എന്നോട് കൊഞ്ഞാൻ വരണ്ട. അവൻ്റെ കൈ പിടിച്ച് പോകാൻ നിന്നവളെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. പിന്നെ ഇങ്ങനെ തമാശയായിട്ട് ആരായാലും ചിരിക്കില്ലേ? ഒന്നിനെ തന്നെ സഹിക്കാൻ വയ്യ, എന്നിട്ടാണോ മറ്റൊന്ന്? അവളെ ഒന്ന് ഒളി കണ്ണിട്ട് നോക്കി അവൻ പറഞ്ഞതും അവൻ്റെ പുറത്ത് അവളുടെ കൈ പതിഞ്ഞിരുന്നു. എന്നെ സഹിക്കുകയാണല്ലേ? അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആൽഫിയൊരു ചിരിയോടെ അവളുടെ കൈകൾ അടക്കി പിടിച്ചു. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പെണ്ണേ, എൻ്റെ പെണ്ണ് ഇച്ചായന് ജീവനല്ലയോ? അവളുടെ കഴുത്തിടിക്കിലേക്ക് അവൻ്റെ മുഖമർന്നു. അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൻ അവളുടെ ഗന്ധം മതിയാവോളം ആസ്വദിച്ചു. എനിക്ക് ഈ ഉണ്ടമുളകിനെ മാത്രം മതിയിടൂ. എനിക്കിഷ്ടമെന്നേ, അത്രയേറെ ഇഷ്ടം. കണ്ണടച്ചിരിക്കുന്നവളുടെ കാതിൽ അവൻ പതിയെ മൊഴിഞ്ഞു. നാണം കൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.